ഇന്ന് നമ്മുടെ പുതിയനിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കസിൻസ് എല്ലാവരും കൂടി ഒരു പാർട്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പാർട്ടി അവിടെ ഉണ്ടോ അവിടെ ഫുഡ് ഉണ്ട്, ഫുഡ് അവിടെ ഉണ്ടോ അവിടെ ബാവുണ്ട്. ബാവ അത് അൽഫാമോട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയോട് ഓണാക്കി. അപ്പോഴേക്കും നമ്മൾ മീനാശ്ശേരി നല്ല മസാല ഇട്ട് ചിക്കൻ്റെ ചാർക്കോളിന് തീ കൊളുത്തിക്കൊണ്ട് പുതിയാപ്പളച്ചക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങി. പെട്ടെന്ന് കണലാകാൻ വേണ്ടിയിട്ട് സിഫുവിൻ്റെ തള്ളും ഫാൻ്റെ കാറ്റും കൂടിയായിട്ട് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് അടിച്ചോട് വിട്ടു. സിഫു 15 ദിർഹത്തിന് ദുബായിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണ്. പെട്ടെന്ന് തന്നെ കണലായപ്പോൾ ചിക്കൻ നല്ല മസാലയിൽ മുക്കിയെടുത്ത് ഗ്രില്ലുമായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ നമ്മളിത് രണ്ട് സൈഡും ടൈറ്റ് ചെയ്തിട്ട് ഫൈസിയുടെ കയ്യിൽ കൊടുത്തു. ഫൈസി എടുത്തിട്ട് ഫാത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സിഫ് ഒരു പപ്പടക്കോല എടുത്തിട്ട് എല്ലാം വെന്തോന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നുന്നൂസ് അത് കണ്ട് കൈയടിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അൽഫാം സെറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കഴിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി. എല്ലാവർക്കും ഒരുമിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരാന്തയിലാണ് സെറ്റാക്കിയത്. അങ്ങനെ എല്ലാവരും പ്ലേറ്റിക്കും ഓരോന്നും നിരത്തിയിട്ട് വെച്ച് എല്ലാവരും കൂടെ വട്ടളഞ്ഞാടെ ഇരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയ പിന്നെ ഒരു വൈബാണ്. തീറ്റയും തള്ളും മറിച്ചിലും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ പൊളി വൈബാ. പിള്ളേരൊന്നും കാണാൻ മാറില്ലല്ലോ, നല്ല അടാറ് വിട്ട്. അവസാനത്തെ നമ്മളെ കയ്യിലും കിട്ടി. നമ്മളും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. പെണ്ണിനെ മിസ് വേൾഡിനെ പോലെ ഒരുക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ ചെറുക്കനെ നിർത്തി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ, സ്നേഹത്തിൻ്റെ കേക്ക്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ചെറുക്കനക്ക് ഭയങ്കര പൊലിവ്. പിന്നെ അത് ഓരോരുത്തരായിട്ട് കേക്ക് തിന്നാൻ തുടങ്ങി. നമ്മളൊക്കെ അടാറ് വെട്ട്. ഫൈസും ചെക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും സിപ്പടിച്ച് കളിക്കുന്നുണ്ട്. നമ്മളെ ഫിദ ആരും കാണാതെ മറുപടി തിന്നെ. പിന്നെ അതേ കേക്കടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ സെറ്റായി നമ്മൾ യാത്രയ്ക്ക് പിരിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.